മുൻപം വിഷയം അടക്കം ചർച്ച ചെയ്യാൻ ചേരുന്ന യോഗത്തിനിടെ ലീഗ് നേതൃത്വത്തിനെതിരെ കോഴിക്കോട് ലീഗ് ഹൗസിന് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട വാർത്ത വരുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലീഗ് ഹൗസിന് മുൻപിൽ ലീഗ് നേതൃത്വത്തിന്റെ മുനമ്പം വിഷയത്തിൽ ലീഗ് നേതൃത്വവും ഒപ്പം തന്നെ സമസ്ത നേതൃത്വവും സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയാണ് ഇപ്പോൾ ഇവിടെ ലീഗ് ഹൗസിൽ ഒപ്പം തന്നെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുൻപിലെല്ലാം തന്നെ നമുക്ക് പോസ്റ്ററുകൾ കാണാം. അതിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യം നമുക്ക് കാണാം. മുനമ്പം വഖഫ് ഭൂമി വിഷയം സമസ്ത ഒളിച്ചുകളി നിർത്തുക, നിലപാട് തുറന്നു പറയുക. ബാഫക്കി സ്റ്റഡി സർക്കിൾ എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ ഉയർന്നിട്ടുള്ളതെങ്കിലും സമസ്തയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ സ്വാഭാവികമായും ഇത് ഈ പോസ്റ്ററിന് പിന്നിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരാണോ എന്ന് സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പേര് പരാമർശിക്കപ്പെടുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് നേരിട്ട് പരാമർശിക്കുന്നു, ഒപ്പം തന്നെ പരോക്ഷമായി വിമർശനം ഉയരുന്നു. അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വാചകം ഇതാണ്: വഖഫ് ഭൂമി വിഷയത്തിൽ കാരാത്തോട്ടെ മുതലാളിയുടെ കുതന്ത്രങ്ങൾ സമസ്ത മുഷാവറ തിരിച്ചറിയുക. കാരാത്തോട് എന്ന് പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വസതി നിലനിൽക്കുന്ന സ്ഥലമാണ്. മുനമ്പത്തെ ഭൂമി മറച്ചുവിറ്റ ഫാറൂഖ് കോളേജ് അധികൃതരിൽ നിന്നും പണം ഈടാക്കുക, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കാതിരിക്കുക, മുനമ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കുക, വിലക്കുകളുടെ വാറോലകൾ കൊണ്ട് ആദർശശാലികളുടെ വായ മൂടിക്കെട്ടാമെന്ന് വ്യാമോഹിക്കുന്നവർക്ക് തെറ്റി. ആവർത്തിച്ച് പറയുന്നു, മുനമ്പം വഖഫ് ഭൂമി തന്നെ. വഖഫ് സ്വത്ത് കട്ടെടുത്തവരെയും കൂട്ടുനിന്നവരെയും സമുദായം വെറുതെ വിടില്ല. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ഇത് യൂത്ത് ലീഗ് ഓഫീസിന് മുൻപിലുണ്ട്. ഒപ്പം തന്നെ ലീഗ് ഹൗസിന് മുന്നിലായിരുന്നു നേരത്തെ ഈ ഒരു ഇത് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് ലീഗ് ഹൗസ് പോസ്റ്ററുകളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ യൂത്ത് ലീഗ് സെന്ററിന് മുൻപിലുള്ള മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള യൂത്ത് ലീഗ് സെന്ററിന് മുൻപിലുള്ള പോസ്റ്ററുകൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ്. ഇത് സ്വാഭാവികമായും ഇതിലെ വാചകങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇത് സമസ്തയിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകളുടെ ഒത്താശയോടുകൂടിയാണോ എന്ന സംശയമുണ്ട്. പക്ഷേ അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നേരത്തെ ഒപ്പം തന്നെ കെ എം ഷാജി ഉൾപ്പെടെ ഈ മുനമ്പം വിഷയത്തിൽ ലീഗ് നേതൃത്വം പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഒക്കെ ഉയർത്തിയ ഒരു വിഷയം, അതായത് അവർ മുനമ്പം വിഷയത്തിൽ കാണിച്ച മൃദു സമീപനം, അതിനെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടി, ഇ ടി മുഹമ്മദ് ബഷീർ പോലുള്ള ലീഗിലെ ചില നേതാക്കൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. അതും ആവാം ഇതിന് പിന്നിലെന്ന ഒരു സംശയം. അവരെ പിന്തുണയ്ക്കുന്നവരാവാം, അല്ലെങ്കിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരെ പിന്തുണയ്ക്കുന്നവരാവാം എന്നുള്ള സംശയമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചുള്ളത്. അതിലെ വാചകങ്ങൾ അങ്ങനെയാണ്. കാരണം സമസ്തയെക്കുറിച്ചാണ്, സമസ്ത സ്വീകരിച്ച നയനിലപാടുകളെ കുറിച്ചാണ് പ്രധാനമായും ഈ പോസ്റ്ററുകളിലെ വാചകങ്ങളിൽ പറയുന്നത്. ലിബീഷ്, മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ ഉന്നതാധികാര സമിതിയായ മുഷാവറ യോഗം കോഴിക്കോട് ചേരാനിരിക്കുമ്പോൾ ലീഗ് ഹൗസിന് മുന്നിൽ മുനമ്പം വിഷയത്തിൽ പോസ്റ്ററുകൾ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.